നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് സി അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സീരീസ് ഓഫ് ക്ലാസ്സുകളാണ്. അതിൽ തന്നെ നമ്മൾ മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൗലികാവകാശങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു. അതിനുശേഷം ഏറ്റവും ആദ്യത്തെ 2 ആർട്ടിക്കിളുകൾ, ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്, മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ആർട്ടിക്കിൾ 12, ആർട്ടിക്കിൾ 13 എന്നിവയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി മൗലിക അവകാശങ്ങളിലേക്ക് കടക്കുകയാണ്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫിലോസഫിക്കൽ, അതായത് തത്വചിന്താപരമായിട്ടുള്ള ഭാഗത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഈ മൗലിക അവകാശങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അവകാശമാണ് എന്തെന്ന് പറയുന്നത്, ഇക്വാളിറ്റി. ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാതിരുന്ന, ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ, ഇന്ത്യയിലെ മതവിഭാഗങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണ്ടാകാതിരുന്ന ഒരു വളരെ വലിയ ആശയമാണ് എന്തെന്ന് പറയുന്നത്, ഇക്വാളിറ്റി അഥവാ സമത്വം എന്ന് പറയുന്നത്. ഈ ഇക്വാളിറ്റി അഥവാ സമത്വത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ മൗലിക അവകാശം എന്നുള്ളത് സമത്വത്തിന് വേണ്ടിയിട്ടുള്ള അവകാശമാണ്. റൈറ്റ് ടു ഇക്വാളിറ്റി, അതായത് സമത്വത്തിന് വേണ്ടിയുള്ള അവകാശം. ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെയാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, സമത്വത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 14 ആണ്. നമുക്ക് ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ആർട്ടിക്കിൾ 14 പറയുന്നത് ഇങ്ങനെയാണ്: ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനേ ടു എനി പേഴ്സൺ ഇക്വാളിറ്റി ബിഫോർ ദ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതിന്റെ മലയാളം ഇങ്ങനെയാണ്. അതായത് ഭരണകൂടം, ദ സ്റ്റേറ്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് മൗലികാവകാശങ്ങൾ, സ്റ്റേറ്റിൽ നിന്ന് പൗരനെ സംരക്ഷിക്കാനാണ്, ഭരണകൂടത്തിൽ നിന്ന് പൗരനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്തെന്നുള്ളത് മൗലിക അവകാശങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്, ഭരണഘടന നൽകിയിട്ടുള്ളത്, കോടതി വഴി സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനേ, അതായത് സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല. എന്താ, ടു എനി പേഴ്സൺ, ഒരു വ്യക്തിക്കും നോക്കുക, ഞാനിവിടെ അത് റെഡിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ടു എനി പേഴ്സൺ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ പറയുന്നത് ഒരു വ്യക്തിക്കും എന്നാണ്, ഇന്ത്യൻ പൗരന് എന്നല്ല. മനസ്സിലാക്കുക, ടു എനി പേഴ്സൺ എന്നാണ്, ഒരു വ്യക്തിക്ക് എന്നാണ്, അല്ലാതെ ഇന്ത്യൻ പൗരൻ എന്നല്ല. അതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനും വിദേശിക്കും ലഭ്യമാകുന്ന ഒരു ആർട്ടിക്കിളാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, എനി പേഴ്സൺ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റേറ്റ് നിഷേധിക്കാൻ പാടില്ല. എന്താ, ഒരു വ്യക്തിക്കും ഇക്വാളിറ്റി ബിഫോർ ലോ, അതായത് നിയമത്തിന് മുന്നിലുള്ള സമത്വം, ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറയുന്നത് നിയമത്താലുള്ള സംരക്ഷണം, തുല്യമായിട്ടുള്ള നിയമ പരിരക്ഷ. ഈ ഇന്ത്യക്കകത്ത് ഇക്വാളിറ്റി ബിഫോർ ദ ലോ, അതായത് നിയമസമത്വവും നിയമത്തിന് മുന്നിലുള്ള തുല്യ സംരക്ഷണവും ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പാടില്ല, നിഷേധിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ആർട്ടിക്കിൾ 14 പറയുന്നത്. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 14 ഒരു വ്യക്തിക്കും നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആർട്ടിക്കിൾ 14 എന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും, ഇന്ത്യൻ പൗരനും ലഭിക്കും, വിദേശിക്കും ലഭ്യമായ മൗലിക അവകാശമാണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന് മാത്രമല്ല വിദേശിയായിട്ടുള്ള ഒരു വ്യക്തിക്കും ലഭിക്കുന്ന മൗലിക അവകാശമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 14 പറയുന്നത് ഇതാണ്: ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്ക് തുല്യമായിട്ടുള്ള നിയമ സംരക്ഷണവും
ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറയുന്നത് എന്താണ്? തുല്യമായിട്ടുള്ള നിയമസംരക്ഷണവും ഇക്വാളിറ്റി ബിഫോർ ദ ലോ, അതായത് നിയമസമത്വവും എന്ത് ചെയ്യാൻ പാടില്ല? നിഷേധിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 പറയുന്നത്. അപ്പോ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ എന്താണ് റെഡിൽ നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് നോക്കുക, ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിലുള്ള സമത്വം. എന്താണ്? ഇക്വാളിറ്റി ബിഫോർ ദ ലോ, നിയമത്തിന് മുന്നിലുള്ള സമത്വം. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ, എന്താണ്? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ, അതായത് തുല്യ നിയമ പരിരക്ഷ എന്ന് പറയും. എന്താണ് ഈ രണ്ട് ആശയങ്ങൾ? നമുക്കത് ഓരോന്നും എടുത്തു നോക്കാം. എന്താണ് ഇക്വാളിറ്റി ബിഫോർ ലോ? ഇക്വാളിറ്റി ബിഫോർ ലോ, പിന്നെ എന്താണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. എന്താണ് ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ? എന്താണ്? നിയമത്തിന് മുന്നിലുള്ള സമത്വം. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമത്താലുള്ള തുല്യ സംരക്ഷണം. ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും തുല്യരാണ്. എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാ വ്യക്തികളും തുല്യരാണ് എന്ന് പറയുന്ന ആശയമാണ് എന്തെന്ന് പറയുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ്. എവിടെ നിന്നാണ്? ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത്. അതായത് AV ഡയസി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരന്റെ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച എന്ന് പറയുന്ന ആശയത്തിൽ നിന്നാണ് നമ്മൾ എന്ത് കടമെടുത്തിരിക്കുന്നത്? ഇക്വാളിറ്റി ബിഫോർ ലോ, അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും എന്താണ്? തുല്യരാണ്. അതായത് നിയമത്തിന് മുന്നിൽ എന്താണ്? പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ രാജാവെന്നോ മന്ത്രിയെന്നോ എന്തില്ല? വിവേചനമില്ല എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. എന്താണ് ഇക്വാളിറ്റി ബിഫോർ ലോ? എല്ലാവരെയും എന്താണ്? നിയമം ഒരുപോലെ പരിഗണിക്കുമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്താണ്? എല്ലാ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, അല്ലെങ്കിൽ എന്താണ്? എല്ലാവരെയും എന്താണ്? നിയമം ഒരുപോലെ പരിഗണിക്കുമെന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ഈ ആശയം കടമെടുത്തിട്ടുള്ളത്. എവിടെ നിന്നാണ്? AV ഡയസിയുടെ റൂൾ ഓഫ് ലോയിൽ നിന്നാണ്. അതായത് നിയമവാഴ്ച എന്ന് മലയാളത്തിൽ പറയും. നിയമവാഴ്ചയിൽ നിന്നാണ് നമ്മൾ എന്ത് കടമെടുത്തിട്ടുള്ളത്? ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു നെഗറ്റീവ് ആശയമാണ്. എന്താണ്? ഈ ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആശയമാണ്. എന്തുകൊണ്ടാണ് അത് നെഗറ്റീവ് ആകുന്നത് എന്നുള്ളത് നമ്മൾ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ പറയുമ്പോൾ കൃത്യമായിട്ട് പറയും. ഇപ്പോൾ നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കുക. എന്താണ് ഇക്വാളിറ്റി ബിഫോർ ലോ? നിയമത്തിന് മുന്നിൽ സമന്മാരാണ്, എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു നെഗറ്റീവ് ആശയമാണ്. അതൊരു നെഗറ്റീവ് ആശയമാണ്. അപ്പോ ഇനി നമുക്ക് നോക്കാം, എന്താണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ? തുല്യ നിയമ പരിരക്ഷ എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താണ്? ഒരുപോലെയുള്ള നിയമ പരിരക്ഷ ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ്? പ്രത്യേകമായിട്ടുള്ള പരിഗണന വേണ്ട ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന ലഭിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറയുന്നത്. എന്താണ് ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്? എന്താണ്? എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ് എന്നുള്ളതാണ്. എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചില പരിഗണനകൾ നൽകേണ്ട വിഭാഗങ്ങൾക്ക് എന്ത് നൽകും? പരിഗണനകൾ ഇവിടെ ലഭിക്കും. എന്താണ്? എല്ലാവർക്കും തുല്യമായിട്ടുള്ള സംരക്ഷണം നിയമത്താൽ ലഭിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ചില ആളുകൾക്ക് ചില പരിഗണനകൾ നൽകേണ്ടതുണ്ട്. അത്തരം പരിഗണനകൾ നൽകേണ്ടവർക്ക് കൃത്യമായി ആ പരിഗണനകൾ നൽകും എന്നുള്ളതാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറയുന്നത്. ഇതൊരു അമേരിക്കൻ ആശയമാണ്. ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്രിട്ടീഷ് ആശയമാണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു അമേരിക്കൻ ആശയമാണ്. ഇതൊരു അമേരിക്കൻ ആശയമാണ്. മാത്രമല്ല ഇതൊരു പോസിറ്റീവ് ആശയമാണ്. ഇതൊരു
പോസിറ്റീവ് ആശയമാണ്. എന്തുകൊണ്ടാണ് ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് ആശയവും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് ആശയവും പോസിറ്റീവ് ആശയവുമായി മാറുന്നത്? അതായത് ഒരു ഉദാഹരണം പറയാം. രണ്ട് വ്യക്തികൾ, ഒരാൾ അദ്ദേഹത്തിന് പണത്തിനോടുള്ള ആർത്തി കൊണ്ട് അദ്ദേഹം പണം മോഷ്ടിക്കുന്നു എന്ന് കരുതുക. ഒരു വ്യക്തി പണത്തിനോടുള്ള അദ്ദേഹത്തിന്റെ ആർത്തി കൊണ്ട് പണം മോഷ്ടിക്കുന്നു. മറ്റൊരു വ്യക്തി, അവന് ജീവിക്കാൻ നിവർത്തിയില്ല, പട്ടിണി, ദാരിദ്ര്യം, ആ കൊടിയ ജീവിത സാഹചര്യം കൊണ്ട് ഒരുത്തൻ പണം മോഷ്ടിക്കുന്നു. രണ്ടു പേരും ചെയ്യുന്നത് മോഷണമാണ്. ഈ ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ രണ്ടു പേർക്കും തുല്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കേണ്ടി വരും. അവിടെയാണ് ഈ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറയുന്നതിന്റെ പ്രസക്തി വരുന്നത്. അതായത് ഈക്വൽ പ്രൊട്ടക്ഷൻ ലോ ഓഫ് ദ ലോ പറയുന്നത് ആവശ്യമായിട്ടുള്ള പരിഗണന വേണ്ടവൻ എന്ത് കൊടുക്കും? ആവശ്യമായിട്ടുള്ള പരിഗണന കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? ശിക്ഷ വിധിക്കുമ്പോൾ നമ്മളൊരു കാര്യം പരിഗണിക്കും. മറ്റേ ആളുടെ ആദ്യം കെട്ടവൻ എന്തിനു വേണ്ടിയാണ്? അവന്റെ പണത്തോടുള്ള ആക്രാന്തത്തിനാണ് കെട്ടതെങ്കിൽ രണ്ടാമത് കെട്ടവൻ അവന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് കെട്ടത്. അപ്പൊ രണ്ടുപേർക്കും ഓരോ ശിക്ഷ കൊടുക്കുന്നത് നീതിയാകുമോ? ഇല്ല, അത് തികഞ്ഞ ഒരു അനീതിയാകും. അവിടെയാണ് ഈ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോയുടെ പ്രസക്തി. എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ ഇവിടെ പരിഗണിച്ച് അദ്ദേഹത്തിന് ശിക്ഷയിൽ ഇളവ് കൊടുക്കും. അതുകൊണ്ടാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറയുന്നത് എന്തായി മാറുന്നത്? അതൊരു പോസിറ്റീവ് ആശയവും ഇക്വാളിറ്റി ബിഫോർ ദ ലോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആശയവുമായി മാറുന്നത്. നിങ്ങള് ജയമോഹൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ 100 സിംഹാസനങ്ങൾ എന്ന് പറയുന്ന ഒരു നോവൽ, ഒരു കഥയുണ്ട്. ഈ 100 സിംഹാസനങ്ങളിൽ അതിൽ കഥാനായകന്റെ പേരെന്ന് പറയുന്നത് ധർമ്മപാലൻ എന്നാണ്. ധർമ്മപാലൻ എന്ന് പറയുന്നത് നായാടി വിഭാഗത്തിൽപ്പെട്ട ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ അമ്മ ഭിക്ഷദണ്ഡിയാണ് അദ്ദേഹത്തെ വളർത്തുന്നത്. നായാടികൾ എന്ന് പറയുന്നത് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അതായത് എലികളെ പിടിച്ച് ഭക്ഷിക്കുന്ന, സവർണരുടെ പീഡനങ്ങളെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ കടൽ കാടുകളിലും മറ്റും കുഴി കുഴിച്ച് ജീവിച്ചിരുന്ന ഒരു വിഭാഗമാണ് എന്തെന്ന് പറയുന്നത് നായാടികൾ എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന ധർമ്മപാലൻ എന്ത് ചെയ്യും? പഠിക്കുന്നു. ധർമ്മപാലനെ സിവിൽ സർവീസ് എക്സാം എഴുതി ധർമ്മപാലൻ കളക്ടർ പരീക്ഷ പാസ്സാവുന്നു. അപ്പോൾ ധർമ്മപാലൻ ഒരു ഇന്റർവ്യൂവിനെ, അതായത് IAS ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ധർമ്മപാലൻ ചെല്ലുന്നു. അപ്പോൾ ആ ബോർഡിലിരിക്കുന്ന ആളുകൾ ധർമ്മപാലനോടൊരു ചോദ്യം ചോദിക്കും. അതായത് നിങ്ങൾ വിധി കൽപ്പിക്കേണ്ട ഒരു സാങ്കല്പിക ചോദ്യമാണ് ബോർഡ് ധർമ്മപാലനോട് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ വിധി കൽപ്പിക്കേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്തൊരു നായാടിയും നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വിധിയായിരിക്കും നിങ്ങൾ അവിടെ പ്രസ്താവിക്കുക? ഒരു വശത്ത് ന്യായവും മറുവശത്ത് നായാടിയും നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് വിധിയായിരിക്കും പ്രസ്താവിക്കുക എന്ന് ചോദിക്കുമ്പോൾ അതിന് ധർമ്മപാലൻ രോഷം കൊണ്ടുകൊണ്ട്, അതുവരെ അദ്ദേഹം അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നേടിയ അറിവ് കൊണ്ട് രോക്ഷം കൊണ്ടുകൊണ്ട് ധർമ്മപാലൻ പറയുന്ന ഉത്തരം എന്നതാണ്. അതായത്, സാർ, എന്താണ് ന്യായം എന്ന് പറയുന്നത്? അത് നിയമങ്ങളും സമ്പ്രദായങ്ങളും മാത്രമാണോ സാർ ഈ ന്യായം എന്ന് പറയുന്നത്? ന്യായത്തിന് കാതലായിട്ടൊരു ധർമ്മം വേണം. ധർമ്മങ്ങളിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് സമത്വമാണ്. ഏറ്റവും പരിശുദ്ധമായതും അത് തന്നെ. നിങ്ങളൊരു നായാടിയെയും ഒരു സാധാരണ മനുഷ്യനെയും രണ്ട് വശത്ത് നിർത്തുമ്പോൾ സമത്വം എന്ന് പറയുന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നിമിഷം തന്നെ നായാടി എന്തിനിരയായി കഴിഞ്ഞു? അനീതിക്കിരയായി കഴിഞ്ഞു. അതുകൊണ്ട് നായാടി എന്ത് കുറ്റം ചെയ്താലും ആ നിമിഷം തന്നെ അയാൾ കുറ്റവിമുക്തനാക്കപ്പെടുമെന്നാണ്. എന്തുകൊണ്ടാണ്? അതാണ് ഈ പറയുന്ന ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറയുന്നത്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇക്വാളിറ്റി ബിഫോർ ദ ലോ എന്ന് പറയുന്നത് അത് എല്ലാവരെയും തുല്യമായിട്ടാണ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് പറയുന്നത്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള പരിഗണന വേണ്ടവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന നൽകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും നിയമത്താലുള്ള തുല്യ പരിരക്ഷയും നിയമത്തിന് മുന്നിലുള്ള തുല്യ സമത്വവും നൽകണമെന്നാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ട്.
ചില കാര്യങ്ങളിൽ എന്തുണ്ട്? എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇനി അതാണ് നോക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾ 361. ആർട്ടിക്കിൾ 361 എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്, ഗവർണർമാർ, ഇന്ത്യൻ പ്രസിഡന്റ്, സംസ്ഥാന ഗവർണർമാർ ഇവരെ പദവിയിലിരിക്കുമ്പോൾ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. എന്താണ്? ഇന്ത്യൻ പ്രസിഡന്റ്, ഗവർണർമാർ പദവിയിലിരിക്കുമ്പോൾ നിയമ നടപടി സ്വീകരിക്കുവാൻ കഴിയില്ല. നിയമ നടപടി സ്വീകരിക്കുവാൻ കഴിയില്ല. നിയമ നടപടി സ്വീകരിക്കുവാനായിട്ട് കഴിയില്ല. ഈ ആർട്ടിക്കിൾ 361 എന്ന് പറയുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾ 14 ഒരു എക്സെപ്ഷൻ ആണ്. നമ്മൾ പറഞ്ഞു എന്താണ്? എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ചില ആളുകൾക്ക് എന്തുണ്ട്? ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതിൽ പെടുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ പ്രസിഡന്റിനെയോ ഗവർണർമാരെയോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അവർ ആ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അവർക്കെതിരെ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 361. ഇത് എന്താണ്? ആർട്ടിക്കിൾ 14 ഒരു എക്സെപ്ഷൻ ആണ്. ഇനി നോക്കുക ആർട്ടിക്കിൾ 105. ആർട്ടിക്കിൾ 105 പറയുന്നത് പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയുടെ പേരിൽ പാർലമെന്റ് അംഗത്തിനെതിരെ എന്ത് ചെയ്യാൻ കഴിയില്ല? നിയമ നടപടികൾ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതായത് ഒരു MP അദ്ദേഹം പാർലമെന്റിൽ നടത്തുന്ന പ്രസ്താവനയുടെ പേരിൽ അത് എന്ത് തന്നെ ആയിക്കോട്ടെ, എന്താണ്? അദ്ദേഹത്തിനെതിരെ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിക്കുവാൻ പാടുള്ളതല്ല. അതെന്താണ്? അത് ഈ ആർട്ടിക്കിൾ 14 ഒരു എക്സെപ്ഷൻ ആണ്. എന്താണ്? ആർട്ടിക്കിൾ 105 പറയുന്നത് പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയുടെ പേരിൽ അംഗങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. അംഗങ്ങൾക്കെതിരെ നിയമ നടപടി എന്ത് ചെയ്യാൻ കഴിയില്ല? സ്വീകരിക്കുവാനായിട്ട് കഴിയില്ല. ഇനി ആർട്ടിക്കിൾ 194 എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 14 മറ്റൊരു എക്സെപ്ഷൻ ആണ്. ഈ ആർട്ടിക്കിൾ 105 പറയുന്നത് പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനകളുടെ പേരിൽ MP-മാർക്ക് കിട്ടുന്ന എന്താണ്? ഒരു എക്സെപ്ഷൻ ആണ്. ഈ ആർട്ടിക്കിൾ 194 പറയുന്നത് MLA-മാർക്കുള്ള എക്സെപ്ഷൻ ആണ്. അതായത് നിയമസഭകളിൽ നടത്തുന്ന പ്രസ്താവനകളുടെ പേരിൽ അംഗങ്ങൾക്കെതിരെ എന്ത് പാടില്ല? നിയമ നടപടി എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആർട്ടിക്കിൾ 105 മെമ്പർ ഓഫ് പാർലമെന്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എന്താണ്? ആർട്ടിക്കിൾ 194 മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? നിയമസഭകളിൽ നടത്തുന്ന പ്രസ്താവനകളുടെ പേരിൽ അംഗങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. നിയമ നടപടി സ്വീകരിക്കുവാനായിട്ട് കഴിയില്ല. അപ്പൊ എന്താണ്? 361 ഇന്ത്യൻ പ്രസിഡന്റുമാര് ഗവർണർമാർക്ക് നൽകുന്ന എക്സെപ്ഷൻ ആണ്. 105 എന്ന് പറയുന്നത് MP-മാർക്ക് നൽകുന്ന എക്സെപ്ഷൻ ആണ്. 194 എന്ന് പറയുന്നത് എന്താണ്? MLA-മാർക്ക് നൽകുന്ന എക്സെപ്ഷൻ ആണ്. ഇവർക്ക് മാത്രമല്ല, വിദേശ നയതന്ത്ര പ്രതിനിധികൾ, വിദേശ രാജ്യത്തിന്റെ പ്രതിനിധികളായിട്ട് ഇന്ത്യയിൽ വരുന്ന ആളുകൾ, അവരെ നമുക്ക് പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. വിദേശ രാജ്യ ഭരണാധികാരികൾ, അവരെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഇന്ത്യയിൽ വരുന്ന വിദേശ ഭരണാധികാരികളെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? പ്രോസിക്യൂട്ട് ചെയ്യുവാനായിട്ട് കഴിയില്ല.
അപ്പോൾ അവരും എന്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു? ഈ ആർട്ടിക്കിൾ 14 പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ആരെല്ലാമാണ്? വിദേശ ഭരണാധികാരികൾ, വിദേശ നയതന്ത്ര പ്രതിനിധികൾ, ഇവരെയും നമ്മൾ എന്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു? ഈ ആർട്ടിക്കിൾ 14 പരിധിയിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞവരേക്കെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവരെയെല്ലാം നമ്മൾ ഇതിന്റെ പരിധിയിൽ ഒരു എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് ആർട്ടിക്കിൾ 14 ഡ്രോബാക്ക് ആണ് എന്നല്ല, അത് പരിമിതിയാണ് എന്നല്ല. എന്താണ്? നമ്മളുടെ രാജ്യത്തിന്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത്തരം എക്സെപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അത് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എന്താണ് നമ്മൾ കണക്കാക്കേണ്ടത് ഇല്ല. അപ്പോ നമ്മൾ പറഞ്ഞെന്താണ്? ഇക്വാളിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ലോ ഓഫ് ദ ലോയും, ഇത് രണ്ടും പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് എന്നുള്ളത് തീരുമാനിക്കുന്നതിനുള്ള, അതായത് ഇക്വാളിറ്റി ബിഫോർ ലോ എന്നുള്ളത് പരിഗണിക്കണമോ അല്ലെങ്കിൽ എന്താണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറയുന്നത് പരിഗണിക്കണമോ എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയാണ്. എന്താണ്? ഇന്ത്യൻ ജുഡീഷ്യറിയാണ് എന്നുകൂടി എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 14 പറയുന്നത് എന്താണ്? പൗരന് ഇക്വാളിറ്റി ബിഫോർ ദ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോയും ഇന്ത്യൻ പരിധിക്കുള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല? സ്റ്റേറ്റ് നിഷേധിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ആർട്ടിക്കിൾ 14 നോക്കി. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 15. എന്താണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 15 പറയുന്നത് ജാതി, മതം, വർഗം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിലോ ജന്മസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലോ മാത്രമായിട്ട് എന്ത് പാടില്ല? പൗരന്മാരിൽ വിവേചനം പാടില്ല. എന്താണ് പറയുന്നത്? കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, റേസ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്, ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് എന്ത് പാടില്ല? പൗരന്മാരിൽ വിവേചനം പാടില്ല. എന്താണ് പറയുന്നത്? പൗരന്മാരിൽ വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 14 പറഞ്ഞത് എന്താണ്? വ്യക്തികളെ കുറിച്ചാണെങ്കിൽ ആർട്ടിക്കിൾ 15 പറയുന്നത് ആരെ കുറിച്ചാണ്? പൗരന്മാരെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലിക അവകാശമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. അതായത് ജാതി, മതം, വർഗം അല്ലെങ്കിൽ വംശം, പിന്നെ എന്താണ് പ്ലേസ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ജന്മസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് എന്ത് പാടില്ല? പൗരന്മാർക്കിടയിൽ വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. എന്നാൽ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തൊഴിലിന്റെ അടിസ്ഥാനത്തിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് വിവേചനങ്ങൾ എന്ത് ചെയ്യാം? സർക്കാരിന് നടപ്പിലാക്കുന്നത്. ഇപ്പോ ഡോക്ടർ പരീക്ഷയ്ക്ക് MBBS പഠിച്ചവർ തന്നെ വേണം എന്ന് എന്ത് ചെയ്യാം? നമുക്ക് നിർബന്ധം പിടിക്കാം. അങ്ങനെയുള്ള വിവേചനങ്ങളൊക്കെ ആകാം. ഈ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് എന്ത് പാടില്ല? വിവേചനം പാടില്ല. എന്തിന്റെയൊക്കെയാണ്? ജാതി, മതം, ലിംഗം, വർഗം, പിന്നെ എന്താണ് ജന്മസ്ഥലം, ഇവയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് എന്ത് പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് വിവേചനം പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. ഈ ആർട്ടിക്കിൾ 15 ഇത് മാത്രമല്ല പറയുന്നത്. ഈ ആർട്ടിക്കിൾ 15 ഈ ജാതി, മതം, ലിംഗം, വർഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നത്, ഈ വിവേചനം ആര് കാണിക്കാൻ പാടില്ലെന്നാ പറയുന്നത്? സ്റ്റേറ്റ് കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക എന്താണ്? ജാതി, മതം, ലിംഗം, വർഗം, പ്ലേസ് ഓഫ് ബർത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് അഥവാ ഭരണകൂടം എന്ത് കാണിക്കാൻ പാടില്ല? പൗരന്മാരോട് വിവേചനം കാണിക്കാൻ പാടില്ല എന്നാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന ആർട്ടിക്കിൾ 15 പറയുന്നത്. ആർട്ടിക്കിൾ 15ന്റെ രണ്ടാമത്തെ ക്ലോസ് പറയുന്നത് എന്താണ്? പൊതുസ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ ആ പൗരന്മാരെ വിലക്കുവാൻ പാടുള്ളതല്ല. എന്താണ്? പൊതുസ്ഥലങ്ങളിൽ വിലക്കേർപ്പെടുത്തുവാൻ പാടുള്ളതല്ല. എന്താണ്? പൊതുസ്ഥലങ്ങളിൽ
വിലക്കേർപ്പെടുത്തുവാൻ പാടുള്ളതല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ജാതി മതം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ആര് നടത്താൻ പാടില്ല എന്നാണ് പറഞ്ഞത്? സ്റ്റേറ്റ് നടത്താൻ പാടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ പൊതുസ്ഥലങ്ങളിൽ പ്രവേശനം വിലക്കേർപ്പെടുത്തുക എന്നുള്ളത് അത് സ്റ്റേറ്റും സ്വകാര്യ വ്യക്തിയും ചെയ്യാൻ പാടില്ല. എന്താണ്? സ്റ്റേറ്റ് മാത്രമല്ല, ഒരു സ്വകാര്യ വ്യക്തിക്കും എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരു പൗരനെ പൊതുസ്ഥലങ്ങളിൽ വിലക്കുന്നതിനായിട്ടുള്ള അധികാരമില്ല. അങ്ങനെ വിലക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളുടെ മൗലികാവകാശം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പൗരനെതിരെ എന്താണ് നമുക്ക് കോടതിയെ സമീപിക്കുവാനായിട്ട് കഴിയും. അപ്പൊ എന്താണ്? ഒന്നാമത്തേത് പറഞ്ഞത് സ്റ്റേറ്റ് മാത്രം എന്താണ് ഈ വിവേചനം കാണിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ രണ്ടാമത്തേത് പറയുന്നത് എന്താണ്? രണ്ടാമത്തേത് പറയുന്നത് സ്റ്റേറ്റും കാണിക്കാൻ പാടില്ല, എന്താണ്, മറ്റൊരു വ്യക്തിയും എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന പൊതുസ്ഥലങ്ങളിൽ ഒരു പൗരന് എന്ത് ചെയ്യാൻ പാടില്ല? വിലക്കേർപ്പെടുത്തുവാൻ പാടില്ല. അതായത് റെസ്റ്റോറന്റുകൾ, പൊതു കിണറുകൾ, അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യാതൊരു സ്ഥലങ്ങളിലും തന്നെ എന്താണ് സ്റ്റേറ്റോ ഒരു സ്വകാര്യ വ്യക്തിയോ എന്ത് ചെയ്യാൻ പാടില്ല? പൗരന്മാരെ വിലക്കുവാൻ പാടുള്ളതല്ല. എന്താണ്? പൗരന്മാരെ വിലക്കുവാൻ പാടുള്ളതല്ല. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗാന്ധിജിയുടെ, മഹാത്മാഗാന്ധിജിയുടെ സാമൂഹിക സമത്വ സിദ്ധാന്തം ആവിഷ്കരിക്കുകയായിരുന്നു ഈ ആർട്ടിക്കിൾ 15 നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ ചെയ്തത്. എന്താണ്? ഗാന്ധിജിയുടെ സാമൂഹിക സമത്വ സിദ്ധാന്തം ആവിഷ്കരിച്ച ഭരണഘടനാ വകുപ്പാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 15 എന്തുണ്ട്? എക്സെപ്ഷൻസ് ഉണ്ട്. എന്തെല്ലാമാണ്? നമ്മൾ പറഞ്ഞു, ജാതി, മതം, ലിംഗം, വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനം ചെയ്യാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമായിട്ട് നിയമിക്കുന്ന ചില നിയമങ്ങൾ, അത് എന്ത് ചെയ്യാനായിട്ട്? അത് നിർമ്മിക്കുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? സ്റ്റേറ്റിനുണ്ട്. അതെന്തല്ല? ആർട്ടിക്കിൾ 15 ലംഘനമല്ല. എന്താണ്? സ്ത്രീകൾ, കുട്ടികൾ എന്നിവരുടെ ഉന്നമനത്തിന് വേണ്ടി നിയമം നിർമ്മിക്കുന്നത്. ഇനി രണ്ടാമത്തെ എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണന എന്നുള്ളത് എന്തല്ല? ഈ ആർട്ടിക്കിൾ 15 ലംഘനമല്ല. എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് നൽകുന്ന പ്രത്യേക പരിഗണനകൾ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് എന്തുണ്ട്? സംവരണ മണ്ഡലങ്ങളുണ്ട്. അതായത് ഇലക്ഷന് അവർക്ക് മാത്രം നിൽക്കാൻ കഴിയുന്ന എന്തുണ്ട്? സംവരണ മണ്ഡലങ്ങളുണ്ട്. അതെല്ലാം എന്തല്ല? ഈ വിവേചനത്തിന്റെ പരിധിയിൽ വരില്ല. എന്താണ്? SC ST വിഭാഗങ്ങൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണന എന്നുള്ളത് എന്തല്ല? ആർട്ടിക്കിൾ 15 ലംഘനമല്ല. എന്താണ്? ആർട്ടിക്കിൾ 15 ലംഘനമല്ല. മാത്രമല്ല, സാമൂഹികപരമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മതവിഭാഗങ്ങൾക്ക് നൽകുന്ന പരിഗണനയും എന്തിന്റെ പരിധിയിൽ പെടില്ല? ഈ ആർട്ടിക്കിൾ 15 ലംഘനമല്ല. എന്താണ്? സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് നൽകുന്ന പരിഗണന എന്നുള്ളത് എന്തല്ല? ആർട്ടിക്കിൾ 15 ലംഘനമല്ല. അതായത് നിങ്ങൾക്കറിയാം എന്താണ്? ഈ സാമൂഹികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന മതവിഭാഗങ്ങൾക്ക് ഗവൺമെന്റുകൾ എന്ത് കൊടുക്കാറുണ്ട്? സ്കോളർഷിപ്പുകൾ കൊടുക്കാറുണ്ട്.
എന്താണ്, സ്കോളർഷിപ്പുകൾ കൊടുക്കാറുണ്ട്. അതെല്ലാം അത് എന്തല്ല, അത് ഈ പറയുന്ന ആർട്ടിക്കിൾ 15 പ്രകാരമുള്ള എന്തല്ല, വിവേചനമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പരിഗണന എന്നുള്ളത് എന്തല്ല, വിവേചനമല്ല. സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തല്ല, ഇസ് നോട്ട് എ ഡിസ്ക്രിമിനേഷൻ. പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകുക എന്നുള്ളത് എന്തല്ല, ഡിസ്ക്രിമിനേഷൻ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ആർട്ടിക്കിൾ 15 എന്താണ് പറഞ്ഞത്? ജാതി, മതം, ലിംഗം, വർഗം, വംശം, പ്ലേസ് ഓഫ് ബർത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് ഭരണകൂടം അഥവാ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വിവേചനം കാണിക്കാൻ പാടുള്ളതല്ല. മാത്രമല്ല പൊതുസ്ഥലങ്ങളിൽ വിലക്കേർപ്പെടുത്തുവാൻ പാടുള്ളതല്ല. ആരാണ് അത്? സ്റ്റേറ്റും കാണിക്കാൻ പാടില്ല, ഒരു സ്വകാര്യ വ്യക്തിയും ചെയ്യാൻ പാടില്ല. ഗാന്ധിജിയുടെ സാമൂഹിക സമത്വ സിദ്ധാന്തത്തെ ആവിഷ്കരിക്കുകയായിരുന്നു ഈ ആർട്ടിക്കിൾ 15 ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ ചെയ്തത്. സ്ത്രീകൾ, കുട്ടികൾ, SC/ST വിഭാഗങ്ങൾ, സാമൂഹികപരമായും വിദ്യാഭ്യാസപരവുമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, ഇവർക്ക് നൽകുന്ന പ്രത്യേക പരിഗണനകൾ എന്ന് പറയുന്നത് എന്തല്ല, ഈ പറയുന്ന ആർട്ടിക്കിൾ 15 ലംഘനമല്ല. അപ്പോൾ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഈസ് നോട്ട് എ ഡിസ്ക്രിമിനേഷൻ. പ്രത്യേകമായിട്ട് നൽകുന്ന പരിഗണന എന്നുള്ളത് എന്തല്ല, അതൊരു വിവേചനമല്ല. എന്താണ്? പ്രത്യേകമായിട്ട് നൽകുന്ന പരിഗണന എന്നുള്ളത് എന്തല്ല, ഒരു വിവേചനമല്ല. അപ്പോ നമ്മളിപ്പോ എന്താണ്, സമത്വത്തിനുള്ള അവകാശങ്ങളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 2 ആർട്ടിക്കിളുകൾ, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15 എന്നിവയാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി എന്താണ്, ഇനിയും നമുക്ക് എന്താണ് 3 ആർട്ടിക്കിളുകൾ കൂടി പഠിക്കാനുണ്ട്. അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പോൾ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.